ഇനി GMKയിൽ ഒരു രസമുള്ളൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഒന്ന് തിരുവല്ലയിലെ യഥാർത്ഥ റെയിൽവേ സ്റ്റേഷനും മറ്റൊന്ന് പത്തനംതിട്ട സ്വദേശി അർജുൻ്റെയും സാങ്കല്പിക പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷനുമാണ്. കാണാമിനി പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷന്റെ വിശേഷങ്ങൾ. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 328880 അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആദി എക്സ്പ്രസ് പത്തനംതിട്ട സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉടൻ എത്തിച്ചേരും. അതായത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ഇന്റീരിയർ ഡിസൈനിൽ പഠിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ മിനിയേച്ചർ ഉണ്ടാക്കുന്നവരുമായിട്ട് ഇങ്ങോട്ട് വരികയും പോവുകയൊക്കെ ചെയ്യണം. അപ്പം ബസ്സിലാകുമ്പോൾ ഒരു 4 മണിക്കൂർ 3 മണിക്കൂറാണ് നമുക്കിപ്പോൾ എടുക്കുന്നത്. അപ്പം ഇങ്ങനൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ പത്തനംതിട്ടക്കാർക്ക് നല്ലതാണ് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ഒരു ചെറിയൊരു മിനിയേച്ചർ രീതിയിൽ ചെയ്തതാണ്. യാത്രയോ കൃപയാ ധ്യാൻ ദീജിए. അങ്കമാലി തിരുവനന്തപുരം സി ഹോക്ക് ജാനെ വാലെ അനൗൺസ്മെന്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു മോഡൽ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അതിൻ്റെ ഒരു റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ പത്തനംതിട്ട എന്ന് പറയുമ്പോൾ നമുക്ക് പത്തനംതിട്ടയായിട്ട് റെക്കോർഡ് പ്രത്യേകം ചെയ്യണമായിരുന്നു. ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ചാനലിൽ കണ്ട് അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ ഒരു റെക്കോർഡ് എടുത്തത്. അർജന്റ് ഈ ആവശ്യം കേൾക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുമായിരിക്കാം. എന്നാൽ ഇത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി തന്നെയാണ്. അതായത് അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള ശബരിമലയുടെ നിർദ്ദിഷ്ട പാത അത് പത്തനംതിട്ട വഴി പുനലൂർ വരെ എത്തിച്ചാൽ പത്തനംതിട്ടയിലും റെയിൽവേ സ്റ്റേഷൻ വരും. അതുവഴി മലയോര ജനതയുടെ മലയോര നാടിൻ്റെ വികസനത്തിന് വഴിയൊരുക്കും. പത്തനംതിട്ടയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.